അച്ഛനോട് പറയണ്ടേ? വാ. അതെ, നീ ഒന്ന് വന്നേ, ഒരു രഹസ്യം പറയാനുണ്ട്. അതെ, അമൃതേച്ചിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ നടത്താനിരുന്ന റിംഗ് എക്സ്ചേഞ്ച് ഇല്ലേ, അത് ഇന്ന് നടത്താനാ പ്ലാൻ. അത് പൊളിച്ച്. സംഭവം സീക്രട്ടാ, ഒരാളോടും പറഞ്ഞിട്ടില്ല. കൃത്യസമയത്ത് ഞങ്ങള് പ്ലാൻ അവതരിപ്പിക്കും. നീ സപ്പോർട്ട് ചെയ്തോണം. എന്തിനും ഏതിനും എന്റെ കട്ട സപ്പോർട്ട് ഉണ്ടാവും. സെറ്റ്. ആഹാ, ഇതിപ്പോ ചെറിയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവമാണല്ലോ. അത് പിന്നെ കേരള പോലീസിലേക്ക് 2 ചൂണ കുട്ടികളെ പഞ്ചരത്നം സംഭാവന ചെയ്യുന്നതിന്റെ പാർട്ടിയല്ലേ. അപ്പൊ പിന്നെ അത് മോശമാവാൻ പാടുണ്ടോ? അല്ല, നിന്നെ വിട്ടിട്ട് നിന്റെ ഏട്ടൻ ഇങ്ങോട്ട് പോയി? ആരെയോ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു. അമൃതേശ് വിഷമിക്കണ്ട, അഭിയേട്ടൻ പെട്ടെന്ന് വരും കേട്ടോ. മക്കളെ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? വാ അപ്പച്ചി. എന്തായാലും എന്റെ പൊന്നുമക്കള് പോലീസാവാൻ പോവല്ലേ? അപ്പച്ചിക്ക് ഒരുപാട് സന്തോഷമായി. താങ്ക് യു അപ്പച്ചി. അപ്പച്ചി വന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷായി. അപ്പച്ചി നേരത്തെ വന്ന് നന്നായി. ഈ അലങ്കാരപ്പണിയിലെ അപ്പച്ചിയുടെ കുറച്ച് സഹായം വേണം. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്താ വേണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാ മതി. പൊളിച്ച് മക്കളെ, പൊളിച്ച്. ചെറിയൊരു കേക്ക് കട്ടിങ്ങിനുള്ള ഒരുക്കങ്ങൾ ഗംഭീരം. നോക്കി നിക്കാതെ ബലൂൺ കെട്ടാൻ സഹായിക്ക് ചേച്ചി, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും കെട്ടിത്തീരില്ല. ഒരു 5 മിനിറ്റ് മോളെ, ദാ വരുന്നു. അല്ല, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ എന്തായി ചേട്ടത്തി? അതെ, ഇനി ബിരിയാണിയുടെ മുകളിൽ ഉള്ളിയും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്ത് കോരിയിട്ടാ മാത്രം മതി. ബാക്കി എല്ലാ പണിയും എവറിത്തിങ് സെറ്റ്. അതിന് സിസിലിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ? ശ്യാമളെ, വേറെന്തു പറഞ്ഞാലും സിസിലി ക്ഷമിക്കും. പക്ഷേ എന്റെ കൈപുണ്യത്തെ മാത്രം ചോദ്യം ചെയ്യരുത്. മൈൻഡ് യുവർ ബിസിനസ്. ഓ പിന്നെ, ഒരു കൈപുണ്യം. ചുമ്മാ വാചം അടിക്കാതെ സിസിലി. പൊട്ടക്കണ്ണന്റെ ഏറ് പോലെ ചിലതൊക്കും ചിലതൊക്കില്ല. അതല്ലേ നിന്റെ കൈപുണ്യം. തടി അനങ്ങാതെ പിത്തം പിടിച്ച് നടക്കുന്നവർക്ക് പറ്റുന്ന പണിയാണോ ഈ പാചകം? രുചിയായിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയോ നിനക്ക്? സിസിലി, അയ്യോ, നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട. അപ്പച്ചൊന്നും മിണ്ടായിരിക്കും. അത് പോട്ടെ. അല്ല, അഭിമന്യും വിവേകും ആകാശവും ഒക്കെ വരുവോ? വിവേകും അഭേട്ടനും വന്നിരുന്നു. അവരൊന്ന് പുറത്തേക്ക് പോയതാ. ആകാശേട്ടന് ഒരു വിവരമില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കിയേ. ആകാശേട്ടൻ മാത്രമല്ല, കലയമ്മയും വരണ്ടേ? അതെന്താ ആരും ഓർക്കാത്തെ? കലയുമ്പ സമയത്ത് എത്തിക്കോളും. പക്ഷേ നിന്റെ മുഖത്തെ ടെൻഷൻ കണ്ടിട്ടാ ഞാൻ ആകാശേട്ടന്റെ കാര്യം പറഞ്ഞത്. ആര് വന്നാലും വന്നില്ലെങ്കിലും ഇന്നത്തെ നമ്മുടെ പാർട്ടിയിലെ ചീഫ് ഗസ്റ്റ് കലയമ്മ തന്നെയല്ലേ? അതെ, ആ ചീഫ് ഗസ്റ്റിനെ ഞാനും കാത്തിരിക്കുന്നത്. സിസിലിയടുത്ത് എന്തിനാ കലയമ്മയെ കാത്തു നിൽക്കുന്നത്? നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.